ഗെയിം ഓഫ് ത്രോൺസ് യൂണിവേഴ്സിലെ ഏറ്റവും പവർഫുൾ ആയ ഡ്രാഗൺസ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. നമ്പർ 10 മെലീസ് ആണ്. മെലീസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ സ്പീഡും അജിലിറ്റിയുമാണ്. റെഡ് സ്കെയിലുള്ള മെലീസ് മറ്റു ഡ്രാഗൺസിനേക്കാൾ ചെറുതാണെങ്കിലും അതിന്റെ എക്സ്പീരിയൻസ് ആണ് അതിനെ ഡേഞ്ചറസ് ആക്കുന്നത്. റൈനീസ് ടാർഗേറിയൻ റൈഡ് ചെയ്ത ഈ ഡ്രാഗനെ റെഡ് ക്യൂൻ എന്നാണ് വിളിക്കുന്നത്. നമ്പർ 9 ആണ് സിറാക്സ്. റനിയറ ടാർഗേറിയൻ ആണ് സിറാക്സിന്റെ റൈഡർ. ഗോഡസ് ഓഫ് വലേരിയയുടെ നെയിമാണ് സിറാക്സിന് കൊടുത്തിരിക്കുന്നത്. ഡ്രാഗൺ പിറ്റിൽ വെച്ച് ടൂത്തും ക്ലോസും മാത്രം ഉപയോഗിച്ച് ഒരുപാട് ഡ്രാഗൺസിന് സിറാക്ക് വകവരുത്തിയിട്ടുണ്ട്. നമ്പർ 8 ആണ് റേഗാൽ. ഡനറിസ് ടാർഗേറിയന്റെ ഓൾഡർ ബ്രദറായ റേഗാറിൽ നിന്നാണ് ഡനറിസ് ഈ നെയിം നൽകിയത്. ഗോൾഡ് ആൻഡ് ബ്രോൺസ് മിക്സ് ചെയ്ത ഒരു മജസ്റ്റിക് ലുക്കുള്ള ഡ്രാഗൺ ആയിരുന്നു ഇത്. മറ്റു ഡ്രാഗൺസിനേക്കാൾ ഒരുപാട് ഹൈറ്റിൽ റേഗാലിന് ട്രാവൽ ചെയ്യാൻ കഴിയും. 7ാം സ്ഥാനത്തുള്ളത് വിസേരിയൻ ആണ്. ഡനേറിസിന്റെ കോൺക്വസ്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോള് വിസേറിയൻ ആയിരുന്നു. പക്ഷെ നൈറ്റ് കിങ്ങിന്റെ കൈകളാൽ കൊല്ലപ്പെട്ടതിന് ശേഷം റിസറക്റ്റ് ആയ വിസേറിയൻ പിന്നീട് ഒരു ടെറിഫൈങ് ഫിഗറായിട്ട് മാറുകയായിരുന്നു. വിസേറിയന് തന്റെ ബ്ലൂ ഫയർ കൊണ്ട് ഐസ് വാൾ വരെ തകർക്കാൻ കഴിയുന്ന നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമ്പർ 6 ആണ് മെറാക്സസ്. എഗോൺ ടർഗേറിയന്റെ കോൺക്വസ്റ്റിൽ റൈനീസ് ടർഗേറിയൻ റൈഡ് ചെയ്ത ഡ്രാഗൺ ആയിരുന്നു ഇത്. റീച്ച് ആൻഡ് റോക്ക് പ്രവിശ്യയിലെ കമ്പൈൻഡ് ആയിട്ടുള്ള ഫോഴ്സിനെ വരെ മെറാക്സസ് നശിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെസ്റ്ററോസിലെ ഏറ്റവും ഫിയേഴ്സ് ആയുള്ള ഡ്രാഗൺസിൽ ഒന്നായിട്ടാണ് മെറാക്സസിനെ കണക്കാക്കുന്നത്. നമ്പർ 5 ആണ് വെർമിത്തോർ. വെസ്റ്ററോസിലെ തന്നെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഡ്രാഗനാണ് വെർമിത്തോർ. ഈ ഡ്രാഗന്റെ പ്രത്യേകത അതിന്റെ നീളമേറിയ വിങ്ങും ബ്രോൺസ് കളർ സ്കെയിൽസുമാണ്. കിങ് ജഹേരിസ് ദ ഫസ്റ്റ് ആയിരുന്നു വെർമിത്തോറിന്റെ ആദ്യത്തെ റൈഡർ. ഇപ്പോൾ ഹ്യൂ ദ ഹാമറാണ് വെർമിത്തോറിനെ ക്ലെയിം ചെയ്തിരിക്കുന്നത്. നമ്പർ 4 ആണ് ഡ്രഗോൺ. ഡനേറിസ് പവറിലേക്ക് വന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഡ്രഗോൺ ആണ്. ഓൾ ബ്ലാക്ക് സ്കെയിൽസ് ഉള്ള ഡ്രാഗോന്റെ ഫയർ സിറ്റി ബിൽഡിങ്സ് വരെ മെൽറ്റ് ചെയ്യാൻ മാത്രം ശക്തിയുള്ളതാണ്. ഡനേറിസിന്റെ ഏറ്റവും ലോയലായിട്ടുള്ള ഡ്രാഗനും ഇത് തന്നെയാണ്. നമ്പർ 3 ആണ് വേഗാർ. വേഗാറിന്റെ പ്രസൻസ് തന്നെ കാണുന്നവരിൽ പേടി ഉണ്ടാക്കുന്നതാണ്. വെസ്റ്ററോസിൽ തന്നെ ജീവനുള്ളതിൽ ഏറ്റവും ലാർജസ്റ്റും ഓൾഡസ്റ്റുമായുള്ള ഡ്രാഗനാണ് ഇത്. എഗോന്റെ കോൺഗ്രസിന് മുമ്പേ തന്നെ വേഗാർ ഹാച്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എയ്മണ്ട് അടക്കം 4 റൈഡേഴ്സാണ് വേഗാറിന് ഉണ്ടായിട്ടുള്ളത്. നമ്പർ 2 ആണ് കാരാസസ് ദ ബ്ലഡ് വേം. ഡയമണ്ട് ടാർഗേറിയന്റെ ഡ്രാഗനും. മറ്റ് ഡ്രാഗൺസിനെ പോലെ ബൾക്കി അല്ലാതെ എക്സ്ട്രാ ലോങ് നെക്കാണ് കാരാസസിനെ വ്യത്യസ്തമാക്കുന്നത്. ഡയമണ്ട് ടാർഗേറിയന്റെ പോലെ തന്നെ റോഗും അഗ്രസീവുമായുള്ള പേഴ്സണാലിറ്റി തന്നെയാണ് കാരാസസിൻ്റെതും. നമ്പർ 1 എഗോൺ ദ കോങ്കറർ റൈഡ് ചെയ്ത ബലേരിയൻ തന്നെയാണ്. 453 ഫീറ്റ് നീളവും 126 ഫീറ്റ് വീതിയുമുള്ള ബലേരിയൻ തന്നെയാണ് ഏറ്റവും ലാർജസ്റ്റ് ആയ ഡ്രാഗൺ. ബലേരിയന്റെ ഷാഡോസ് ഒരു സിറ്റി തന്നെ കവർ ചെയ്യുമായിരുന്നു. ബലേരിയന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറയുന്നത് അതിന്റെ ബ്ലാക്ക് സ്കെയിൽസും ഹോട്ട് ബ്ലാക്ക് ഫ്ലെയിംസുമാണ്. സോളിഡ് സ്റ്റീൽ വരെ മെൽറ്റ് ചെയ്യാൻ ഈ കറുത്ത ഫ്ലെയിംസിനാവുമായിരുന്നു. ഈ കാരണം കൊണ്ടെല്ലാം ഫൈറ്റ് ചെയ്ത എല്ലാ ബാറ്റിലും വിജയിച്ച ഒരേ ഒരു ഡ്രാഗൺ ബലേരിയൻ ആണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.